സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് എൻ്റെ UG ഫ്രണ്ട്സ് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് അവരുടെ കൂടെ എൻജോയ് ചെയ്ത് അങ്ങനെ. പക്ഷെ ഞങ്ങൾ ദൂരെ പോകാമെന്ന് വിചാരിച്ച, പക്ഷെ ഈ മഴയും അതൊക്കെ പേടിച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂർ തന്നെ മതി, തൃശ്ശൂർ എവിടെയെങ്കിലുമൊക്കെ കാണാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുൾ തൃശ്ശൂർ മാത്രമേ ഇന്ന് പോകുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ വേറൊരു ഫ്രണ്ടിനെയും കൂടി പിക്ക് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ലേറ്റ് ആയി. പറഞ്ഞ ടൈം 9 അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ 10 ആയി. ഇനിയിപ്പോ എന്തായാലും 10-12 ആയല്ലോ ഇപ്പൊ. അപ്പൊ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ആള് അവിടെ 9 മണിക്ക് വന്ന അവിടെ പോകുന്നല്ലേ എവിടെയാ. ആലോചിക്കാന്തേ, നമ്മുടെ ഇന്ത്യ ക്രിക്കറ്റില് വേൾഡ് ചാമ്പ്യൻസ് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അതിന് ആരും എൻകറേജ് ചെയ്യുക? അതും ഈ കേരളത്തിലൊന്നും ഞാൻ ഒരു ഫ്ലെക്സ് കണ്ടിട്ടില്ലേ രോഹിത് ശർമ്മയുടെയോ കോഹ്ലിയുടെയോ. ക്രിക്കറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതാണ് പ്രശ്നം. എന്താ അങ്ങനെ? യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകെ ഇംഗ്ലണ്ട് പിന്നെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് അല്ല, നമ്മുടെ കോമൺവെൽത്ത് കൺട്രീസ് ആണ് കൂടുതലും ക്രിക്കറ്റ് കളിക്കണത്. ഇംഗ്ലണ്ടിന്റെ, ഓസ്ട്രേലിയ നോക്കിയോ. അല്ല അതൊക്കെ ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യ വേൾഡ് ചാമ്പ്യൻസ് ആണ്. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണു. ഫ്ലെക്സ് വെക്കാനില്ല ഒരു ഇമ്പോർട്ടൻറ്റ്. അത് ഭയങ്കര ദേഷ്യമുള്ള കാര്യം. എനിക്ക് അതുകൊണ്ട് അതിനെനിക്ക് ദേഷ്യം വരണ്ട. എന്താ വെച്ചാ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഒരു വില ഇല്ലാത്ത രീതിയിൽ. നമ്മള് ഫസ്റ്റ് പോണത് ഫാമിലാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ ഉണ്ടായിട്ട് ഇപ്പോഴായിട്ട് ആദ്യമായിട്ട് ഞാൻ ഫാമില്ല വരണം. ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചും കൂടി എൻജോയ്മെന്റ് ആവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്തത്. ഇവിടെ ടിക്കറ്റ് 200 ആണ്. കിഡ്സിനൊന്നും ഇല്ല കേട്ടോ ടിക്കറ്റ്. അപ്പൊ എബോവ് ഏത് ഏജാ? ഹൈറ്റ് അനുസരിച്ചിട്ടാണോ? ഓക്കെ, അങ്ങനെ. അപ്പൊ 200 ആണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വേറെ ഈ അനിമൽസിന്റെ ഫീഡിങ് അതിനൊന്നും എക്സ്ട്രാ ക്യാഷ് ഇല്ല കേട്ടോ. ഇത് തന്നെയേ ഉള്ളൂ. ഏരിയ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറച്ചുള്ളൂ കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ കുഴപ്പമില്ല. നല്ലോണം ഓരോ അനിമൽസിൻ്റെ അടുത്തും നല്ലോണം ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പിന്നെ കുറേ സ്കൂൾ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് ഇന്ന്. അപ്പം അതിൻ്റെ ഒരു റഷുള്ളൂ. അല്ലാതെ ഫാമിലീസ് എനിക്ക് തോന്നുന്നു നാളെ സൺഡേ അങ്ങനെ വരുമായിരിക്കും. ഫിഷിൻ്റെ ഫീഡിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എനിക്ക് പേടിയാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഫീഡിങ്? എനിക്ക് പേടിയാട്ടോ, ഞാൻ ചെയ്തില്ല. ബാക്കി ഇവരെല്ലാവരും ചെയ്തു. ജില്ലയിലെ ഏറ്റവും അടിപൊളി സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് സ്നേക്സ് ഉണ്ട്, പിന്നെ വേറെ ചെറിയ ആനിമൽസ്, പിന്നെ ഇഗ്വാന. പക്ഷെ തിരക്കില്ല, അതുകൊണ്ട് അത്ര നമുക്കിങ്ങനെ കുറെ ടൈം കിട്ടും. എനിക്ക് ഞാൻ ട്രൈ ചെയ്തില്ല. ഇല്ല വേണ്ട, എനിക്ക് പേടിയാ. ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല. എനിക്കിത് ഭയങ്കര പേടിയുള്ളതാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് അനിമൽസ് നമ്മൾ സെലക്ട് ചെയ്താലും അവർ നമുക്ക് തരും കേട്ടോ. അതിൽ നിന്ന് എടുത്തിട്ട് വെക്കാനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടി. എല്ലാം ഭയങ്കര ഒരു അത് ശരിയാവില്ല, ആ ഒരു സ്കിൻ ഇതൊക്കെ. അതുകൊണ്ട് ഞാനൊന്നും ട്രൈ ചെയ്തില്ല. ഇത് കുറച്ചും കൂടി രസമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ മേത്ത് ബേർഡ്സ് ഇരിക്കുന്നത്. ഇവിടെ വെയിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇവിടുത്തെ ഈ പ്ലാന്റ്സ് ഒക്കെ കുറച്ചും കൂടി നല്ല കോസ്റ്റ്ലി പ്ലാന്റ്സ് ഒക്കെ ആയ കാരണം ഇവിടെ എനിക്കറിയില്ല, കുറച്ച് കോസ്റ്റ്ലി. സൗത്ത് ആഫ്രിക്ക, ശരിയാ. കുറച്ച് കോസ്റ്റ്ലി പ്ലാന്റ്സ് ഒക്കെ ആയ കാരണം തന്നെ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം. ഫുള്ളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ അവിടെ ഒരു കഫേ ഉണ്ട്, ചെറിയൊരു കഫറ്റേരിയ. സോ ഞങ്ങളവിടെ ജസ്റ്റ് സ്നാക്സ് ഒക്കെ കഴിച്ച് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. പിന്നെ ആണോ, ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ ഇങ്ങനെ കയാക്കിങ് പോകണമെന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വെയിലും ടൈമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ കയാക്കിങ്ങിന് 4 മണിക്കാറ്റാണ് കേട്ടോ വന്നത്. അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 8 നമ്മുടെ ചാവക്കാട് സെന്ററിൽ നിന്ന്
12 കിലോമീറ്റർ. പക്ഷെ ഇവിടെ അതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചും കൂടി അടിപൊളിയാക്കിട്ടോ ഇവിടെ 4 മണിക്കാറ്റൊക്കെ. ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് 150 ആണ്. പക്ഷെ ഞങ്ങൾ ചെമ്മാമ്പിള്ളി പോയപ്പോ അവിടെ 300 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. ഇവിടെയാണ് ഇത്ര അധികം റേറ്റ്. പക്ഷെ ഇതിനേക്കാളും രസം അവിടെയാ. നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അത്ര അങ്ങനെ തോന്നണില്ല വെയില്. പിന്നെ സൺഗ്ലാസ് ഉള്ള കാരണം ഭയങ്കര പ്രൊട്ടക്ഷനാ. അല്ല നമുക്ക് അങ്ങനെ ലൈവ് മതി എല്ലാം. നീ സമൂസയല്ലേ പറഞ്ഞേ? എങ്ങനെയുണ്ട്? ആണോ? അടിപൊളിയാണ്.